നമസ്കാരം. പ്രതിദിന എഡിറ്റോറിയൽ വിശകലന പരിപാടി ബിഗ് എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വിഴിഞ്ഞം കടലിൽ ഇപ്പോൾ ഇളകി മറിയുന്നത് രാഷ്ട്രീയ തിരമാലകളാണ്. ആഗോള ഷിപ്പിംഗ് ഭീമന്മാരായ MSC വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുമ്പോൾ അത് കേരളത്തിന് നേട്ടമാകേണ്ടതാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് ഓഹരി പങ്കാളിത്തം മാറ്റിയ നടപടിയിൽ മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചതോടെ വിഷയം സങ്കീർണമായി. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കരാറുകളിൽ മാറ്റം വരുത്താൻ അദാനിക്ക് നിയമപരമായി സാധിക്കുമോ? സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സെബി രേഖകളിലൂടെയുള്ള പ്രതിരോധം എവിടെ വരെ എത്തും? വിഴിഞ്ഞത്തെ കോടികളുടെ നിക്ഷേപത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സംസ്ഥാന താൽപര്യം എവിടെയാണ്? സെബി രേഖകൾ പുറത്തുവിട്ടു വരുത്തുന്ന ചോദ്യങ്ങൾ ആർക്കെതിരെയാണ്? അദാനിക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം? വിഴിഞ്ഞം MSC നിക്ഷേപ വിവാദത്തിന്റെ പൊരുൾ തേടുകയാണ് ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ. സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു മാറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ അദാനി ഗ്രൂപ്പ് അടക്കം സമ്മതിച്ച രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതുണ്ട്. അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന നില ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ബിഗ് എഡിറ്റോറിയലിൽ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർമാരായ S. വിജയകുമാർ, ജോഷി കുര്യൻ, കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം വേണു ബാലകൃഷ്ണനിലേക്ക്. വേണു ബാലകൃഷ്ണൻ, അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായ MSC വരുന്നതിനെ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. പക്ഷേ ഇവിടെ അദാനി ഗ്രൂപ്പ് മുൻകൂർ അനുമതിയില്ലാതെ കരാർ ഒപ്പിട്ടു എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു കത്തയച്ചതുകൊണ്ട് എന്താണ് കാര്യം? കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള താല്പര്യമുണ്ടോ ഈ സർക്കാരിന്? അതോ ഒളിച്ചു കളിക്കുകയാണോ? വിഴിഞ്ഞത്ത് ഒരു വിസ്മയം തീർക്കുകയാണോ VD സതീശൻ? ഒരു സംശയവുമില്ല സുജയ പാർവതി, പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ഈ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദാനിയല്ല കള്ളൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കള്ളൻ. ഈ വിഴിഞ്ഞത്തെ കള്ളൻ അദാനിയുടെ കപ്പലിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം VD സതീശനെ പറ്റി. കാരണം ഈ പുറത്തുവരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് അദാനി ഒളിച്ചു വെച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഈ മേഖലയെക്കുറിച്ച് പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ പറയുന്നു. നമ്മുടെ ചർച്ചയിലടക്കം പങ്കെടുത്തുകൊണ്ട് പറയുകയായിരുന്നു, ജൂൺ 1 മുതൽ ഇതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, ഇത് പരസ്യമാണ് എന്ന്. ആ വാദം ഉന്നയിക്കുന്നവർ പക്ഷെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ്. അദ്ദേഹം അറിയാൻ വൈകിയോ എന്ന്. അദ്ദേഹം അറിയാൻ വൈകിയെങ്കിലും അറിഞ്ഞതിൽ ഇനിയിപ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ പതിരില്ലാതെ കേരളത്തെ വിളിച്ചറിയിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോൾ ചില കാര്യങ്ങൾ ഒരല്പം വൈകി എന്നതുകൊണ്ട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. ചില ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രസക്തി കൂടുകയായിരിക്കും ചില വൈകലിലൂടെ. അതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ കേരളം കണ്ടിരിക്കുന്നത്. കാരണം ജൂൺ 29-ാം തീയതി സെബിക്ക് നൽകിയ അപേക്ഷയിൽ ഇങ്ങനെ കരാറായിരിക്കുന്നു അദാനിയും MSCയും തമ്മിൽ. ആ കമ്പനികളുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഇരുട്ടി വെളുക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തുന്നത്. പിണറായി വിജയൻ പൊതുവിൽ നുണ പറയാറില്ല. പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി ഇതിലെ ആശങ്ക. മുഖ്യമന്ത്രി അത് വിശദീകരിച്ചു. മാന്യമായി പ്രതിപക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് അതിലൊരു വ്യക്തത വന്നു എന്നായിരുന്നു. പക്ഷേ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അദ്ദേഹം ചെയ്ത ഉത്തരവാദിത്തം കേരള സമൂഹത്തെ അത് വിളിച്ചറിയിക്കുകയാണ്. അതിനൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ നടന്ന കാര്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ് പുതിയ സാഹചര്യം. അതുകൊണ്ട് പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതെല്ലാം അറിയുന്നയാളാണ്. അദ്ദേഹവും മുൻ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം അറിയുന്നയാളാണ്. ആ കാര്യങ്ങൾ ഇനിയും മനസ്സിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിനറിയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സംശയനിഴലിൽ നിർത്തുന്നതാരെയാണ്? ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി VD സതീശനെ തന്നെയാണ്. ഇവിടെ നഗ്നമായ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത്. അദാനി ഈ കരാർ ലംഘിച്ചിരിക്കുന്നു. മുൻകൂർ അനുമതി സർക്കാരിൻ്റേത് വേണം എന്ന് പറയുന്ന വ്യവസ്ഥ അദാനി ലംഘിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ട ഒരു മുന്നുപാധികളും ഈ അദാനി കമ്പനി ഇതുവരെ അനുസരിച്ചിട്ടില്ല. അവർ ഏകപക്ഷീയമായി നീങ്ങിയിരിക്കുന്നു. ഇവിടെ കേരളത്തിൻ്റെ തന്നെയാണ് ഈ ആത്യന്തികമായി വിഴിഞ്ഞം തുറമുഖം എന്നത്. അതിലെ പാർട്ട്ണറാണ് അദാനി. അതിലെ ചെറിയ നിക്ഷേപമുള്ള ഘടകവും കൂടെയാണ് അദാനി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപവും ഏറ്റവും കൂടുതൽ ഓഹരിയുമുള്ളത് സർക്കാരിനാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് ഉയർന്നു നിൽക്കേണ്ടത് പൊതു താല്പര്യമാണ്. അതിന് കേരളം കാവലാളായി വെച്ചിരിക്കുന്നയാളുടെ പേര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ്.
അതല്ലാതെ അദാനിയുടെ ശിങ്കിടി മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആയിരിക്കേണ്ടയാളല്ല വി.ഡി. സതീശൻ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വിസ്മയകുമാരൻ ഇപ്പോൾ ഈ പറയുന്ന അദാനിയുടെ ശിങ്കിടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ വലിയ ഇടപെടലായി പറഞ്ഞിരിക്കുന്നത് ഈ അദാനി കമ്പനിയെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ക്ലീഷയായിട്ടുള്ള വാക്കുകൾ കടമെടുത്താൽ അദാനി ഇപ്പോൾ പറയുന്നുണ്ടാകും മറുപടിയായിട്ട്, പേടിച്ചു പോയി എന്ന് ചെന്ന് പറഞ്ഞേക്ക എന്ന്. സുജയ പാർവതി. ഓക്കെ, അപ്പോൾ എസ് വിജയകുമാർ, ഒരു സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന് താഴെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വപ്ന പദ്ധതിയിൽ മറ്റൊരു ആഗോള കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് കരാർ ഒപ്പുവെക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സംസ്ഥാന ഭരണം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം ഇത്രയ്ക്കും ദുർബലമാണോ, അതോ അദാനിക്ക് മുന്നിൽ സതീശൻ സർക്കാർ കണ്ണടച്ചതാണോ? സുജയ പാർവതി, ഇതിനെ നമ്മൾ വൈകാരിക അർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത്, അദാനിക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിന് അദാനിക്ക് ഈ സംസ്ഥാന സർക്കാരും അദാനിയും തമ്മിൽ ഉണ്ടാക്കിയ ഒപ്പുവെച്ച കരാറിൽ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്. അദാനി കരാർ ലംഘിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഏതെങ്കിലും കരാറിലെ ഒരു വ്യവസ്ഥ അദാനി ലംഘിച്ചിട്ടുണ്ടോ? അദാനിക്ക് ഈ പദ്ധതി തുടങ്ങി 1-ാം വർഷം, അതായത് 1 വർഷം കഴിഞ്ഞാൽ അതിൽ 74% ഷെയർ വിൽക്കാൻ, ഈ ഓഹരി വിൽക്കാൻ ഈ കരാർ അനുമതി നൽകുന്നുണ്ട്. ഈ കരാർ ഒപ്പുവെച്ചത് ആരാണെന്ന് നമുക്കറിയാം, അനുമതി നൽകുന്നുണ്ട്. അതനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്? അതിൽ 49% വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് അദാനി. അക്കാര്യം ഒരു പ്രാഥമിക കരാർ എന്ന നിലയിൽ ആരെയാണ് അറിയിച്ചിരിക്കുന്നത്? ഒരു ഡിഫിനിറ്റീവ് ബൈൻഡിങ് എഗ്രിമെന്റ് എന്നാണ് അതിന്റെ സാങ്കേതിക അർത്ഥം. ആ കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുക. ആ കരാറിലാണ് ഇപ്പോൾ ഇരുഭാഗവും എത്തിയിരിക്കുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റർ സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി അറിയിച്ചിരിക്കുകയാണ്. അദാനി സെബി അറിയിച്ചു. ഒന്ന്, ഒരു ധാരണാപത്രം എന്ന് നമുക്ക് സിമ്പിളായി പറയാവുന്ന ഒരു കരാർ. 2, ആ കരാറിന് ശേഷം അത് സെബിയെ അറിയിച്ചു. 3, പബ്ലിക് അനൗൺസ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അദാനി തന്നെ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പബ്ലിക് അനൗൺസ്മെന്റ് നടത്തി. മീഡിയ ഡിസ്ക്ലോഷർ ആണ്, അത് നടന്നു. 4, സെക്ടറൽ ഓർ കോൺട്രാക്ച്വൽ അപ്രൂവൽ, അതാണ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇന്നലെ രേഖാമൂലം അറിയിച്ചു. അതാണ് ഇതിന്റെ പ്രോസസ്. 5, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൂവൽ, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ, എന്ന് വെച്ചാൽ വിദേശ നിക്ഷേപമാണെങ്കിൽ അത് അറിയിക്കണം. അതാണ് ഇനി അറിയിക്കാൻ പോകുന്നത്. അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് യൂറോപ്യൻ കമ്പനിയാണ്. ഈ പറയുന്ന MSC പുറത്തുനിന്നുള്ള കമ്പനിയാണ്. വിദേശ നിക്ഷേപമാണ്. ഇനി വിദേശ നിക്ഷേപ ബോർഡിനെ അറിയിക്കേണ്ടതുണ്ട്. അതാണ് അറിയിക്കാൻ പോകുന്നത്. പിന്നീട് കോമ്പറ്റീഷൻ കമ്മീഷൻ അപ്രൂവൽ, അതാണ് അടുത്തത് വേണ്ടത്. അതായത് കോമ്പറ്റീഷൻ കമ്മീഷന്റെ അപ്രൂവലാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഇതിലെ മത്സര സാധ്യതകളൊക്കെ ഇല്ലാതാക്കി മൊണോപ്പൊളി എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ, അതിനുള്ള മറുപടിയാണത്. 7ാമത്തേത് ക്ലോസിംഗ് ആണ്, കംപ്ലീഷൻ ഓഫ് എഗ്രിമെന്റ്. അതാണ് ഇനി ബാക്കിയുള്ളത്. അതായത് ഈ പ്രോസസ് എല്ലാം കൂടെ ഏതാണ്ട് ഒരു 2 മുതൽ 6 മാസം വരെ ആകും എന്നാണ് ഈ വിദഗ്ധർ, ഈ മേഖലയിലുള്ളവർ നമ്മളോട് പറഞ്ഞത്. ഇതിൽ എവിടെയാണ് അദാനി നടപടിക്രമങ്ങൾ ലംഘിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കമ്പനി വിഴിഞ്ഞം ഈ പറയുന്ന ഈ ഷെയർ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ കരാർ സാങ്കേതിക അർത്ഥത്തിൽ ലംഘിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ടാണോ സെബിയിലേക്ക് പോകേണ്ടത്, മുൻകൂട്ടി അറിയിച്ചിട്ടാണോ നിക്ഷേപകരെ തേടേണ്ടത് എന്ന് ഈ കരാറിൽ ഒരിടത്തും പറയുന്നില്ല. ഇത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്, നമുക്കറിയാം അല്ലെ, കോർപ്പറേറ്റ് ആണ്, മൾട്ടിനാഷണൽ ആണ്. അദാനി ആഗോള വമ്പൻ കമ്പനിയാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും. അങ്ങനെ ഒരു കമ്പനി അവർക്ക് മുന്നിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് മുന്നോട്ട് പോയി എന്നത് മാത്രമേ ഉള്ളൂ. വൈകാരിക തലത്തിൽ നമ്മുടെ സമുദ്രം വിൽക്കുന്നു, തീരം വിൽക്കുന്നു, സുരക്ഷ അപകടത്തിലാക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അദാനി ചെയ്തിരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥത്തിൽ ആ കമ്പനിയെ പ്രോസിക്യൂട്ട് ചെയ്യാനോ എന്തെങ്കിലും കുരിശിൽ കയറ്റാനോ ഒന്നും കഴിയില്ല. മുഖ്യമന്ത്രിക്കും ഇത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ. ഇനി ഒറ്റ കാര്യം കൂടി സുജയ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ, എംപവേർഡ് കമ്മിറ്റിയുടെ മുന്നിൽ ഇത് വരുമ്പോൾ സർക്കാരിന് നോ പറയാം. സംസ്ഥാന സർക്കാരിന് നോ പറയാം, കേന്ദ്ര സർക്കാരിന് നോ പറയാം. ഈ പറയുന്ന ഈ സുരക്ഷാ പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒക്കെ ചൂണ്ടിക്കാട്ടി നോ പറയാം. ആ ഘട്ടത്തിലാണല്ലോ പിന്നീട് അതിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നോ പറയുമോ? അതാണ് നമുക്കറിയേണ്ടത്. ഇതുവരെ അദാനി നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടില്ല, സംസ്ഥാന സർക്കാരും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലേക്ക് ഇപ്പോഴാണ് ബോൾ വന്നത്. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനു മുമ്പുള്ളതൊക്കെ അനാവശ്യമായ ആർഗ്യുമെന്റ് ആണെന്നാണ് എന്റെ വിലയിരുത്തലും പക്ഷവും. സുജയ പാർവതി.
ലക്ഷ്മി പത്മ, ഇപ്പോൾ എസ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അദാനി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാദമായി നിൽക്കുന്നത്. അപ്പോൾ ഓഹരി ഘടന മാറ്റിയതിൽ നിയമപരമായ എന്ത് ലംഘനമാണ് നടന്നിരിക്കുന്നത്? അതോ ഇത് ബിസിനസ് ലോകത്ത് സാധാരണയായി നടക്കുന്ന ഒരു കോർപ്പറേറ്റ് പങ്കാളിത്തം അത് മാത്രമാണോ? എന്താണ് ലക്ഷ്മിക്ക് തോന്നുന്നത്? ലക്ഷ്മി പത്മ കേട്ടില്ല എന്ന് തോന്നുന്നു. ജോഷി കുര്യനിലേക്ക് പോവുകയാണ് ഞാൻ. ജോഷി കുര്യൻ, നേരത്തെ ഞാൻ ലക്ഷ്മിയോട് ചോദിച്ചത് എസ് വിജയകുമാർ പറഞ്ഞു വന്നതിന്റെ ഒരു തുടർച്ചയാണ്. അതായത് ഈ ഓഹരി ഘടന മാറ്റുന്നതിൽ നിയമപരമായ ലംഘനമാണല്ലോ ചൂണ്ടിക്കാട്ടേണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും നിയമലംഘനം എവിടെയാണ് എന്നത് അവർ പറയുന്നില്ല. അറിയിച്ചില്ല എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. ബിസിനസ് ലോകത്ത് ഇതുപോലെയുള്ള കോർപ്പറേറ്റ് പങ്കാളിത്തങ്ങൾ അല്ലെങ്കിൽ ഉപകരാറുകളൊക്കെ സാധാരണയല്ലേ? അതുപോലെ തന്നെയാണോ ഇപ്പോൾ നടന്നിരിക്കുന്നതിനെയും കാണേണ്ടത്? ഇതൊരു ബേസ്ലെസ് ആയ ആരോപണം എന്ന നിലയിൽ തന്നെയാണ് സുജയ ഞാൻ ഇതിനെ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, അതായത് ഈ കരാർ ഒപ്പിട്ടു അല്ലെങ്കിൽ ഈ ഓഹരി കൈമാറ്റത്തിന് തീരുമാനമായി എന്നൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ഈ ആഗോള കപ്പൽ കമ്പനിയായ MSCക്ക് ഈ തങ്ങളുടെ കൈവശമുള്ള 49% ഓഹരികൾ ആരുടെ കൈവശമുള്ളതാണ്? അദാനിയുടെ കൈവശമുള്ള 49% ഓഹരികൾ കൈമാറുന്നതിനുള്ള പ്രാഥമിക ധാരണ മാത്രമാണ് ആയിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന ഷെയറുകൾ വിൽക്കാനുള്ള പൂർണ്ണ അപ്രൂവലിലേക്ക്, പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 7 ഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും കൈമാറാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തേത്, ഇത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഉണ്ടായത്. ആദ്യത്തെ 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ 4ാം ഘട്ടമായി സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ചട്ടപ്രകാരം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന MSC കമ്പനിയുമായിട്ട് അടക്കം ഈ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ തുറമുഖം, ഈ 2 തുറമുഖങ്ങളിലും വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അദാനി കമ്പനി ചെയ്തത് ഇതേ സമാനമായ കരാറും ഇതേ രീതികളും തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. കാരണം ആദ്യം തന്നെ ഇതിലെ കക്ഷികളെ അറിയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു ഓഹരി ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായി പോവുകയാണ്. അതായത് തങ്ങളുടെ കൈവശമുള്ള 49% ഷെയറുകൾ മറ്റൊരു കമ്പനിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ അദാനി കമ്പനി തീരുമാനിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ സെബിയെ അറിയിച്ച് അവരുടെ അപ്രൂവൽ നടത്തിയതിന് ശേഷം മാത്രമേ, സെബിയെ അറിയിച്ച് അവരുടെ അപ്രൂവൽ നേടിയതിന് ശേഷം മാത്രമേ ഇത് പുറം ലോകത്തോട് പറയാവൂ എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞാൽ അതിനകത്ത് ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുവഴി സ്വാഭാവികമായും വേണമെങ്കിൽ ലിസ്റ്റിംഗിൽ നടക്കം അദാനി ഒഴിവാക്കാനുള്ള സാഹചര്യം സെബിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ടാണ് അദാനി കമ്പനി ഈ പ്രാഥമിക ധാരണയുണ്ടാക്കുകയും അതിനുശേഷം സെബിയെ അറിയിച്ച് സെബിയുടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് സ്റ്റേറ്റിന് കടക്കാനാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെയാണ്, വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഉടക്കിടാം, വേണ്ട എന്ന് പറയാം, അതൊക്കെ സത്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്ന് പറയുന്ന വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെബി ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അനുസരിച്ച് അത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കണം. അതിൽ സെബി അപ്രൂവൽ കിട്ടിയതിന് ശേഷം അത് പബ്ലിക് അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടത്. ഇക്കാര്യം ഈ പറയുന്ന അദാനിയുടെ ഷെയറിലുമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വിൽക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് നഷ്ടമുള്ളത്? ഇത് വിൽക്കുന്ന അദാനിയുടെ ഷെയറാണ്. അദാനിയുടെ കൈവശമുള്ള 49% ഷെയറാണ് വിൽക്കാൻ പോകുന്നത്. അതായത് 2024 ഡിസംബറിലാണ് ഈ പ്രൊജക്ട് കംപ്ലീഷൻ കഴിഞ്ഞത്, ആദ്യഘട്ടം. അതിന് കൃത്യം 1 വർഷത്തിന് ശേഷം മുതൽ ഈ ഷെയറുകൾ വിൽക്കാം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിൽ പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന 2025 ഡിസംബർ മുതൽ അവർക്ക് ഷെയർ കൈമാറ്റം നടത്താം. അത് 74% വരെയാകും, നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ. പക്ഷേ ഇതിന്റെ കൺട്രോൾ തങ്ങളുടെ കൈവശം നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദാനി 49% ഷെയറുകൾ വിൽക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതിന്റെ. ബാക്കി എന്തൊക്കെയാണ് ഇത് ലാഭനഷ്ടങ്ങൾ എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. സുജയ. ലക്ഷ്മി പത്മ, നേരത്തെ ഞാൻ ചോദ്യം ലക്ഷ്മിയിലേക്ക് വന്നിരുന്നു. കാരണം വിജയൻ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായി പോകാൻ വേണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ ലക്ഷ്മിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ ജോഷിയും വിജയനും ഏകദേശം ഒരേ തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ സുതാര്യമായി നടക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക?
സുജയ, ആ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളിൽ അതിൽ നിയമപരമായി തന്നെയാണ് പോയിരിക്കുന്നത്. അതിൽ ഒരു നിയമലംഘനം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രോപ്പറായി കരാർ അനുസരിച്ച് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഇത് കുത്തകയാക്കും, ഈ MSC കമ്പനി കുത്തകയാക്കും എന്ന് പറയുന്ന ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിൽ ചരക്ക് നീക്കം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വിശദീകരിക്കേണ്ടി വരും. എല്ലാ ബർത്തുകളും കൂടി MSCക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പരിശോധനയിൽ തള്ളുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതുവരെ സംഭവിച്ചതല്ല, ഈ പ്രോസസ്സിന്റെ ഒരു 3-ാം ഘട്ടത്തിലോ 4-ാം ഘട്ടത്തിലോ ആണ് അത് സർക്കാരിനെ അറിയിക്കുന്ന നടപടിക്രമം ഉള്ളത്. അനൌദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചു എന്ന് അദാനി പറയുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അക്കാര്യം മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ പറഞ്ഞില്ല. അദ്ദേഹം ആശങ്കയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറയുന്ന കേട്ടു. ഈ ആശങ്ക അദ്ദേഹത്തിന് ശരിക്കും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. അതൊരു പക്ഷേ മറ്റുള്ളവരുടെ ഒരു ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സുതാര്യത തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണോ, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഇതിനകത്ത് കള്ളത്തരമൊന്നും ഇല്ല എന്ന് പറയുന്നതിനാണോ, എന്തിനാണെന്നറിയില്ല, അദ്ദേഹം ഈ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് മുൻകൂറായി പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു പൊതുജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രസ്താവന, പ്രതിപക്ഷത്തെ അടക്കം കയ്യിലെടുക്കുന്നതിനുള്ള ഒരു പ്രസ്താവനയായിട്ട് വേണം മനസ്സിലാക്കാൻ. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെങ്കിലും അത് കൃത്യമായി സർക്കാർ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഇത് സർക്കാരിനോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഈ എംപവേർഡ് കമ്മിറ്റിയിൽ 3 വകുപ്പ് സെക്രട്ടറിമാരാണ് ഉള്ളത്. ആ 3 വകുപ്പും, ധനവകുപ്പാണെങ്കിലും നിയമവകുപ്പാണെങ്കിലും തുറമുഖ വകുപ്പാണെങ്കിലും അത് VD സതീശൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിലെല്ലാം VD സതീശനിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാം. അത് ഒരു കുറ്റമായി തന്നെ പറയാം എന്നിരിക്കെ ഇവിടെ നിയമലംഘനം എന്ന് പറയാൻ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. കരാർ അനുസരിച്ചാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതല്ല, കരാർ അനുസരിച്ചല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത് എങ്കിൽ പ്രതിപക്ഷത്തിനടക്കം കോടതിയെ സമീപിക്കാവുന്നതാണ്, ഇതിനെ ചോദ്യം ചെയ്യാവുന്നതാണ്, കരാർ ലംഘനം ചൂണ്ടിക്കാട്ടാവുന്നതാണ്. പക്ഷേ കരാർ ലംഘനം സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ തന്നെ നിയമപരമായി ഇത് സർക്കാരിനെ അറിയിക്കേണ്ട ബാധ്യത ഇല്ല. ആ കമ്പനിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ധാരണാപത്രമാണ്. അത് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിലേക്ക് പോയിട്ടില്ല. കേവലം ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ചെറിയ കാര്യമല്ല, പക്ഷേ അത് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഇതാ MSC കമ്പനി ഇവിടെ വന്ന് ഇതിന്റെ കുത്തക, വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുത്തക സ്വന്തമാക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള മുറവിളിക്ക് ഈ ഘട്ടത്തിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സുജയ, ഓക്കെ, ഈ കാര്യങ്ങളിൽ ചിലതിനോട് എനിക്ക് യോജിപ്പുണ്ട്, ചിലതിനോട് കടുത്ത വിയോജിപ്പുമുണ്ട്. അത് പറയാം. ഇടവേളയ്ക്ക് ശേഷം ബിഗ് എഡിറ്റോറിയൽ തുടരും. വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. വിഴിഞ്ഞത്തേക്ക് MSC വരുന്നു എന്ന് പറയുമ്പോൾ MSC എങ്ങനെയാണ് വരുന്നത്? 13,270 കോടിയുടെ വിദേശ നിക്ഷേപം നടത്തുന്ന MSC കമ്പനിയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗം TIL, ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്, അതിൽ 20% ഓഹരി അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്കിന്റെ, നമ്മൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുള്ള പേരാണ് ഈ കമ്പനിയുടേത്, ബ്ലാക്ക് റോക്ക്. ബ്ലാക്ക് റോക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്നേഴ്സിനാണ് 70% ഓഹരി MSC കമ്പനിക്ക്, 10% ഓഹരി സിംഗപ്പൂർ കമ്പനിയായ GICക്ക്. കേരളത്തിലെ വിവിധ സ്വകാര്യ ആശുപത്രി ശൃംഖലകളിൽ അടുത്തിടെ നിക്ഷേപം ഇറക്കിയതിന് വാർത്തയിൽ നിറഞ്ഞ അതേ കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടേക്കാണ് ഇത് പോകുന്നത് എന്നത് ദീർഘവീക്ഷണത്തോടെ കാണാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയണം, പ്രതിപക്ഷത്തിന് കഴിയണം. അതല്ലാതെ ഒപ്പിട്ടില്ല, കരാർ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളിൽ, അതായത് പടപ്പിൽ തല്ലാതെ എന്താണോ കാമ്പിൽ ഉള്ള കാര്യം അതിലേക്ക് ആഴത്തിലിറങ്ങാൻ പ്രതിപക്ഷത്തിന് കഴിയണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കഴിയണം. ഇവിടെ ഓഹരി കൈമാറ്റത്തിനുള്ള അനുമതിക്കായി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സർക്കാരിന് കൊടുത്ത കത്ത് അതിപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ട സമിതി പരിശോധിക്കും, അനുമതിയും കൊടുക്കും. അതിനപ്പുറം അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം.
കാര്യം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച TILന്റെ സബ്സിഡിയറി കമ്പനിയായ മുണ്ടി ലിമിറ്റഡ് ആണ് വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, അദാനി ഗ്രൂപ്പ് സെബിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നതാണ്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ജൂൺ 29 കരാറിൽ ഏർപ്പെട്ടതായി സെബിക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് 30-നാണ്. അപ്പോൾ ഈ കമ്പനികളുടെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. MSC എന്ന് നമ്മൾ ഒറ്റ പേരിൽ പറഞ്ഞു പോകാതെ അതിന് പിന്നിൽ നടക്കുന്ന ഡീലുകൾ ചെറുതായാലും വലുതായാലും കേരളം കാണാതെ പോകരുത്. ഓഹരി വിൽപ്പന പൂർത്തിയാകുന്നത് നിയമപരമായ അനുമതികളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സെബിക്ക് കത്ത് കൊടുക്കുമ്പോൾ ആ നിയമപരമായ അനുമതി കൊടുക്കേണ്ട സംസ്ഥാന സർക്കാർ കൊടുത്തില്ല എന്നല്ലേ മുഖ്യമന്ത്രി പറയുന്നത്? നിങ്ങൾ എല്ലാവരും പറയുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ ഓഹരി കൈമാറ്റത്തിനുള്ള എല്ലാ അനുമതികളും കിട്ടിയതിനു ശേഷമാണ് സെബിയിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ സ്ട്രക്ചറൊക്കെ ഇവിടെ SP ജയകുമാർ വിശദീകരിക്കുന്നതും ഞാൻ കേട്ടിരുന്നു. എന്തായാലും ഈ ഓഹരി കൈമാറ്റ കരാറിൽ അദാനി ഗ്രൂപ്പ് ഏർപ്പെടുമ്പോൾ അതിനു മുൻപ് തത്വത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടില്ല എന്ന ഭാഗം ശരിയാണ്. ഇതുവരെ ലഭ്യമായ പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് ഡീലുകൾ ബിഹൈൻഡ് ദ കർട്ടൻ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കൺസെഷൻ കരാർ 5(3) വകുപ്പ് പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതിയാണ്, പ്രയർ അപ്രൂവൽ ആണ്. ആ പ്രയർ അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടോ? ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. പ്രയർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ പ്രയർ അപ്രൂവൽ തന്നെയാണ്, അതല്ലാതെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായതിനു ശേഷമുള്ള സാങ്കേതിക അനുമതിയല്ല. ഇന്ത്യൻ കമ്പനിയിൽ വിദേശ നിക്ഷേപം വരുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അദാനി ഗ്രൂപ്പ് പാലിച്ചോ എന്ന് ചോദിച്ചാൽ അത് പാലിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് സെബിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ വിദേശ നിക്ഷേപ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ച ശേഷം സെബിയെ അറിയിച്ച് പൊതു പ്രഖ്യാപനം നടത്തുക. കൺസെഷൻ കരാർ ഉണ്ടെങ്കിൽ അതിനുശേഷമാണ് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അനുമതി തേടേണ്ടത്. ഇവിടെ കൺസെഷൻ കരാറുണ്ട്. ആ കൺസെഷൻ കരാർ അനുസരിച്ച് പോയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ സംസ്ഥാനത്തിന്റെ അനുമതി വേണം, അതിനുശേഷം കേന്ദ്രത്തിന്റെ അനുമതി വേണം, അതിനുശേഷം ഓഹരികൾ കൈമാറി ഇടപാട് അവസാനിപ്പിക്കാം. തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 74% വരെ ഓഹരികൾ വിൽക്കുന്നതിന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വസ്തുതയാണ്. പക്ഷേ പ്രോപ്പറായിട്ടാണോ ഈ ഡീലുകളെല്ലാം നടന്നിരിക്കുന്നത്? അതോ പ്രോപ്പറായി അല്ലാതെയും ഈ ഡീലുകൾ നടത്തുന്നതിന് സതീശൻ സർക്കാർ അനുമതി കൊടുത്തോ? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ ചോദ്യമാണ് പിണറായി വിജയൻ ഇന്ന് ആർജവത്തോടെ ഉന്നയിച്ചത്. ആ ചോദ്യം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയ കാര്യത്തിൽ ഇപ്പോൾ അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്തിനപ്പുറം എന്താണ് VD സതീശൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യത്തിന് ഇതുവരെയും മറുപടി ഉണ്ടായിട്ടില്ല. 49% ഓഹരി പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു നിക്ഷേപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇനി തത്വത്തിൽ ഒരു അംഗീകാരം കൊടുക്കുക എന്നതല്ലാതെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കൺസെഷൻ കരാർ മൂലം മാത്രമേ ഈ കൺസെഷൻ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയൂ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണ് എന്നത് ഒരു വസ്തുതയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കും. എന്ത് തുടർ നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഇവിടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയാൽ മതിയോ? അങ്ങനെയല്ല. ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടണമായിരുന്നു. അതായത് സെബിയെ അറിയിക്കുന്നതിന് മുൻപ് പ്രയർ അപ്രൂവലിന്റെ സമയത്ത് ഇടപെടേണ്ട സമയത്ത് ഇടപെടണമായിരുന്നു. അന്ന് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് വസ്തുത. അപ്പോൾ ഈ പദ്ധതി വരുന്നതിന്, വികസനം വരുന്നതിന് ആരും എതിരല്ല. പക്ഷേ ചില ഡീലുകൾ ബിഹൈൻഡ് ദ കർട്ടൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുക തന്നെ വേണം. അതാണ് പിണറായി വിജയൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ആഗോളതലത്തിൽ മത്സരക്ഷമമായ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകളൊക്കെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അതിൽ ആർക്കും എതിർപ്പില്ല. അതിന്റെ പൂർണ്ണ സാധ്യതകൾ കൈവരിക്കണം. അതിലും ആർക്കും എതിർപ്പില്ല. പക്ഷേ ജൂൺ 29 ഈ കരാർ അതിലേക്ക് എത്തുന്നതിന് മുൻപ് VD സതീശൻ അറിഞ്ഞോ ഇല്ലയോ? അദ്ദേഹത്തെ അറിയിച്ചു അനൌദ്യോഗികമായി എന്ന് അദാനി ഗ്രൂപ്പ് പറയുമ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇക്കാര്യത്തിൽ അദാനിയെയാണ് കൂടുതൽ വിശ്വസിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോൾ മുൻകൂർ കരാർ ഒപ്പിട്ടത് നിങ്ങളുടെ വ്യക്തമായ അനുമതി തേടാതെയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. അദാനി ഗ്രൂപ്പിനെതിരെ അതിന് തയ്യാറാണോ? അതിന് തയ്യാറല്ല. അത് ചെയ്യാനും പോകുന്നില്ല. ഇപ്പോൾ ഈ അതൃപ്തി അറിയിക്കുന്നതൊക്കെ വെറുതെ. പ്രതിപക്ഷം ഇപ്പോൾ ഇത് ഉയർത്തി, അത് സമൂഹത്തിൽ ചർച്ചയായി. അപ്പോൾ വിസ്മയം തീർക്കാൻ, തന്റെ പ്രതിച്ഛായ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതിച്ഛായ നിർമ്മിതി മാത്രമാണ് നടക്കുന്നത്. അത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അത് ഒട്ടുമേ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ടിന്റെ MD അടക്കം മാറ്റിയത്, ഈ സർക്കാർ വന്ന ഉടനെ മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നു. ഇതെല്ലാം നിഷ്കളങ്കമായി ചെയ്യുന്നതാണ് എന്ന് കരുതാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും വോട്ടെണ്ണലിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മാത്രം മെയ് 1 നടത്തിയ മംഗലാപുരം യാത്രയടക്കം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാം അറിഞ്ഞിരുന്നു പക്ഷേ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിച്ഛായയ്ക്ക് നല്ലത് എന്ന് കരുതി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല. നിഗൂഢതകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം. കോർപ്പറേറ്റ് പങ്കാളിത്തം അത് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ആ കോർപ്പറേറ്റ് പങ്കാളിത്തത്തിന് അപ്പുറം ഇതിൽ ചില ഷെയ്ഡി ഡീൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡി ഡീൽസ് പുറത്തു വരിക തന്നെ വേണ്ടതാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ പോയിന്റുകൾ പലതും ഇവിടെ നിലനിൽക്കുന്നതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. MSC പോലെയുള്ള ഒരു അന്താരാഷ്ട്ര കപ്പൽ കമ്പനി വിഴിഞ്ഞത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് വലിയ ഊർജ്ജം നൽകും. അതിനെ തടയുകയാണ്, വികസന വിരുദ്ധരാണ് എന്നൊന്നും പറയേണ്ട. വികസനത്തെ അല്ല എതിർക്കുന്നത്, ഇവിടെ നടന്ന ഷെയ്ഡി ഡീൽസിനെയാണ്. ചർച്ചയിലേക്ക്. അല്ല
സുജയ, ഇതിലെ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് സംസ്ഥാന സർക്കാരിന്റെ പ്രയർ അപ്രൂവൽ വേണ്ട സമയം എന്ന് പറയുന്ന ആ സമയമായത് ഇപ്പോഴാണ്. അതല്ലാതെ ഈ പറയുന്ന ഈ സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് ഇപ്പൊ MSCയും അദാനിയും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ്, അവർ തമ്മിൽ ധാരണയാകുന്നതിന് മുൻപ് ഞങ്ങൾ ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്ന് സംസ്ഥാന സർക്കാരിനോട് പറയേണ്ട ബാധ്യത അദാനിക്കില്ല. ഞാൻ പറഞ്ഞത് നിയമപരമായ ബാധ്യത, കരാർ അനുസരിച്ചുള്ള ബാധ്യത ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് വരേണ്ട സ്റ്റേജ് 4ാമത്തെ സ്റ്റേജ് ആണ്. ആ 4ാമത്തെ സ്റ്റേജിൽ ഇപ്പോഴാണ് എത്തിയത്. അതുവരെ ഏതെങ്കിലും തരത്തിൽ അദാനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുറമുഖത്തിന് ഇത്തരം ഒരു വിദേശ നിക്ഷേപം വരുമ്പോൾ അതിലേക്ക് എഗ്രിമെന്റിലേക്ക്, അതായത് MOUവിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രാഥമിക ധാരണയിലേക്ക് എത്തുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം എന്നില്ല. കരാർ അനുസരിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ VD സതീശനോട് രഹസ്യമായി സംസാരിച്ചോ അല്ലെങ്കിൽ അദാനി സംസാരിച്ചോ, അവർ ബിഹൈൻഡ് ദ കർട്ടൻ ചർച്ച നടത്തിയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ആസ് പെർ ദ എഗ്രിമെന്റ് ഇവർക്ക് അത്തരം ഒരു പ്രയർ അപ്രൂവലിന്റെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്തിടത്തോളം കാലം അദാനി എന്തിനാണ് ഇപ്പോ സംസ്ഥാന സർക്കാരോട് ചോദിക്കേണ്ടത്? ഒപ്പിട്ട കരാറിലുണ്ട് എസ് വിജയകുമാർ. കരാർ എടുത്ത് നോക്കിയാൽ മതി. പ്രയർ അപ്രൂവൽ വേണം. പ്രയർ അപ്രൂവൽ അത് രണ്ടാണ് സുജയ. രണ്ടാണ് സുജയ. സുജയ, പ്രയർ അപ്രൂവൽ വേണം. ഏത് ഘട്ടത്തിലാണ് ബാധകമായത്? ഒപ്പിട്ടിരിക്കുന്ന ഒരേ ഒരു എഗ്രിമെന്റ് അല്ലല്ല അങ്ങനെയല്ല. അത് കൺസെഷൻ കരാറിന്റെ ക്ലോസ് 5.3 പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഷെയറുകൾ കൈമാറിയിട്ടില്ല. ഉടമസ്ഥാവകാശം മാറ്റാനുള്ള നീക്കമല്ലേ നടക്കുന്നത്? ഇത് പ്രാഥമിക ധാരണയാണ്. പിന്നെ സെബിയെ അറിയിച്ചത് എന്താണ്? അല്ലല്ല, കൈമാറാൻ പോകുന്നു. സെബിയെ അറിയിച്ചത് എന്താണ്? നടപടിക്രമങ്ങളുടെ ഭാഗമായി MSCയുടെ കപ്പൽ സെബിയെ അറിയിച്ചത് എന്താണ്? MSCയുടെ കപ്പൽ കാണാൻ പോയത് അല്ലല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക. സുജി ഒന്ന് പറയുന്നത് മനസ്സിലാക്കാൻ തയ്യാറാകുക. ആദ്യത്തെ അല്ലല്ല സുജി ആദ്യം പറയുന്നത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നത്. അത് കൺസെഷൻ കരാറിന്റെ ക്ലോസ് 5.3 പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം പറ്റില്ല എന്നുള്ളതാണ്. ഉടമസ്ഥാവകാശത്തിലെ മാറ്റത്തിലേക്ക് പോയിട്ടില്ല. അതൊരു പ്രാഥമിക ധാരണ. അതിന്റെ ആദ്യഘട്ടം, ഈ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ധാരണ. ആരുമായിട്ട്? ഈ അദാനി കമ്പനിയും MSC കമ്പനിയും തമ്മിൽ പ്രാഥമിക ധാരണ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ഇത്തരത്തിലുള്ള കരാറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന പ്രാഥമിക ധാരണ. ആ പ്രാഥമിക ധാരണ ഉണ്ടാക്കിയ ശേഷം അക്കാര്യം എന്ത് ചെയ്യുന്നു? സെബി അറിയിക്കുന്നു. വിജയ, അതെ, അത് കഴിഞ്ഞ് സെബി അറിയിക്കുന്നു. സെബിയെ അറിയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ക്യാപിറ്റൽ മാർക്കറ്റിലെ റെഗുലേറ്ററി അതോറിറ്റിയാണ്, അവരെ അറിയിക്കുന്നു. അതാണ് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് പബ്ലിക് അനൗൺസ്മെന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അദാനിയുടെ വാർത്താക്കുറിപ്പാണ് പബ്ലിക് അനൗൺസ്മെന്റ്. മാധ്യമങ്ങളിലൂടെ അക്കാര്യം അറിയിക്കുന്നു. 4ാമത്തെ സ്റ്റേജ് പിന്നീട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. 5ാമത്തെ സ്റ്റേജ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. 6ാമത്തെ സ്റ്റേജ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അറിയിക്കുന്നു. 7ാമത്തെ സ്റ്റേജ് ഓഹരി കൈമാറ്റം ക്ലോസ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ പ്രോസസ്. പക്ഷേ അതിനകത്ത് വിജയ, ഈ പൊതുജനങ്ങളെ അറിയിച്ചതിന് ശേഷമാണോ വിഴിഞ്ഞം കമ്പനിയുടെ ഉടമ കൂടിയായ സർക്കാരിനെ അറിയിക്കേണ്ടത്? അതിൽ ഒരു ധാർമ്മിക പ്രശ്നമില്ലേ? ധാർമ്മിക പ്രശ്നമല്ല. നിർഭാഗ്യവശാൽ കരാർ അങ്ങനെയാണ്. അല്ല, ധാർമ്മിക പ്രശ്നവും നിയമപ്രശ്നവും കരാർ അങ്ങനെയാണ്. കരാർ അനുസരിച്ചാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഒരു പാളിച്ചയും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് VD സതീശൻ ഇതിനകത്ത് എന്തെങ്കിലും ഷെയ്ഡി ആയിട്ടുള്ള ഡീലിംഗ്സ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടുന്ന കാര്യമാണ്. അതല്ലാതെ നിലവിൽ ഒന്നും തന്നെ പറയാൻ കഴിയില്ല. ഇനി ധനവകുപ്പും തുറമുഖവും നിയമവും ഒക്കെ അദ്ദേഹം ഏറ്റെടുത്തത് എന്തിനാണ്? ഇതൊക്കെ മുന്നിൽ കണ്ടാണോ എന്നൊക്കെ ചോദിക്കാം. മംഗലാപുരം യാത്ര ഇതിനു വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതല്ല. തന്നെയാണ്. 3 പേരും കൂടി ഒരേ കാര്യം പറയേണ്ടതില്ല. അവർ റിപ്പോർട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ CMO കത്തയച്ചത്? നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ സുതാര്യമാണെങ്കിൽ എന്തിനാണ് CMO കത്തയച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ കത്തയച്ചത്. അല്ല, CMO കത്തയച്ചത് സുജയ പറഞ്ഞത് നമ്മള് ജോഷിയാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. ജോഷിയാണ് എന്നോട് ചോദ്യം ചോദിച്ചത്.
ഇപ്പോഴാണ് വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നത്. അപ്പോഴിത് വൈകി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു എന്താണ് ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദവും കേരളത്തിൽ നടക്കുന്ന ചർച്ചകളൊക്കെ കണക്കിലെടുത്ത് ഒരു കത്തയച്ചു. കത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സുജയ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ജോഷി വിജയകുമാർ ലക്ഷ്മി പത്മ ജോഷി വിജയകുമാർ ലക്ഷ്മി പത്മ ഒരു സമയം ഒരാൾക്കേ സംസാരിക്കാൻ ഈ ഡിബേറ്റിൽ അനുമതിയുള്ളൂ. അതാരാണെന്ന് നിങ്ങൾ തീരുമാനിച്ച ഓരോരുത്തർ വീതം സംസാരിക്കണം. ഒരേ സമയം സംസാരിച്ച പ്രേക്ഷകർക്ക് അലോസരം ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം സംസാരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കിടയിൽ ഒരു ധാരണ വേണം. മൂന്ന് പേർക്ക് സംസാരിക്കണ്ടേ? ജോഷി. ജോഷിയുടെ ഊഴമാണ്. മറ്റു രണ്ടുപേരും നിശബ്ദരാണ്. ഒരേ സമയം മൂന്ന് പേർ സംസാരിച്ചാൽ പ്രേക്ഷകർക്ക് അത് അലോസരമാണെന്ന് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ ആ കാര്യം പറയുന്നത്. ജോഷി. അത് പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കത്ത് പുറപ്പെടുവിച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കത്ത് അയച്ചു എന്ന് പറയുന്നതിന് അതിന് നിയമപരമായി യാതൊരു പ്രസക്തിയും ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മുഖ്യമന്ത്രിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയോ സർക്കാരിനെയോ അവർ അനൗദ്യോഗികമായി അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അനൗദ്യോഗികമായി ഞങ്ങൾ ഇത്തരത്തിൽ പോകുന്നു. പക്ഷേ അതിനകത്തൊരു ടെക്നിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ഈ കത്ത് കിട്ടാത്തിടത്തോളം കാലം നിയമസഭയിൽ പറയാൻ കഴിയില്ല. കത്ത് കിട്ടിയെങ്കിൽ മാത്രമേ തന്നെ അറിയിച്ചു എന്ന് പറയാൻ കഴിയൂ. അവിടെയാണ് ഈ സെബി ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നൂലാമാലകളുള്ള, അതായത് ഈ പറയുന്ന സെബി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ സെബിയുടെ അപ്രൂവലിന് ശേഷം മാത്രമേ അത് പബ്ലിക് അനൗൺസ്മെന്റ് നടത്താവൂ എന്നുള്ളതാണ് ചട്ടം. പബ്ലിക് അനൗൺസ്മെന്റ് മാധ്യമങ്ങളിലൂടെയോ പത്രങ്ങളിലൂടെയോ മറ്റ് ആളുകളെയോ അറിയിക്കണമെങ്കിൽ ഈ രണ്ടുപേർ തമ്മിലുള്ള പ്രാഥമിക ധാരണയുണ്ടല്ലോ, ആ പ്രാഥമിക ധാരണ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ അത് സെബിയുടെ അപ്രൂവലിന് ശേഷം മാത്രമേ നടത്താവൂ എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല എന്നൊരു പരസ്യ നിലപാട് നിയമസഭയിൽ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് കത്തയച്ചത്. മുഖ്യമന്ത്രി അയച്ച കത്തിന്റെ അടിസ്ഥാനം അതിൽ കാര്യമുണ്ട്. അതിൽ കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരാം. വിവാദങ്ങൾക്ക് ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഒരു കത്തയച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല. നിയമവകുപ്പിലേക്ക് ഇത് കൃത്യമായി പോകാനുള്ള കാരണം ഇങ്ങനൊരു അപേക്ഷ പോകേണ്ടത്, അതായത് പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി വഴി സംസ്ഥാന നിയമവകുപ്പിന്റെ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്റിംഗിനായിട്ട് ഈ 49% ഓഹരി കൈമാറ്റത്തിന്റെ അനുമതി തേടിക്കൊണ്ട് അദാനി ഗ്രൂപ്പ് പ്രയർ അപ്രൂവലിന് അപേക്ഷ കൊടുക്കണം. അതൊരു റൂളാണ്. അത് പാലിച്ചിട്ടില്ല എന്നതാണ് വി.ഡി. സതീശൻ സമ്മതിക്കുന്നത് ഈ കത്തയക്കലിലൂടെ. അത് നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുക? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിയമപ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ അപ്രൂവലിന് പോകേണ്ടത് സെബി അപ്രൂവലിന് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സെബിയുടെ അപ്രൂവലിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കലേക്ക് ഇത് പോകേണ്ടത്. അല്ല, അത് പറയുന്നതും രണ്ടാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കേണ്ടത് എപ്പോഴാണ് നടക്കേണ്ടത്? അല്ല, അത് മതിയെന്നേ. അത് മതി. നിയമപ്രകാരം അത് മതിയെന്നേ. നിയമപ്രകാരം അങ്ങനെയല്ല. അതെവിടെയാണ് പറയുന്നത്? അത് CMOയ്ക്ക് അറിയില്ലേ? വി.ഡി. സതീശൻ അറിയില്ലേ? പ്രതിപക്ഷ നേതാവിന് അറിയില്ലേ? നിങ്ങൾക്ക് 3 പേർക്കേ അറിയുള്ളൂ. അല്ല, അത് CMOയോട് ചോദിക്കണം. ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയതാണ് ശരിയെന്ന് വിചാരിക്കരുത്. CMO അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ വസ്തുതാപരമായി പിശകുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ വസ്തുതാപരമായി പിശകുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കോട്ട് ചെയ്യുകയല്ല. CMO കത്തയച്ചത് എന്തിനാണ്? CMOയുടെ കത്തിന്റെ കണ്ടന്റ് എന്താണ്? അത് പറയൂ. ഉള്ളടക്കം എന്താണ്? CMO അയച്ച കത്തിന്റെ കണ്ടന്റ് ഉള്ളടക്കം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കത്തിന് പ്രസക്തിയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കത്തിന് പ്രസക്തിയില്ലെങ്കിൽ അങ്ങനെ ഒരു കത്തയക്കുന്നത് എന്തിനാണ്? രാഷ്ട്രീയ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അദാനി ഒരു രാഷ്ട്രീയ നേതാവല്ല. ലക്ഷ്മി പത്മ അദാനി ഒരു രാഷ്ട്രീയ നേതാവല്ല. ഞാൻ ടെക്നിക്കലി എന്റെ ഇഷ്ടത്തിന് സംസാരിക്കേണ്ട. അല്ലല്ല, നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സമർത്ഥിക്കാനും നോക്കേണ്ട. അത് എതിർക്കും. പറ്റില്ല. ടെക്നിക്കലി അല്ല, ഫാക്ച്വലി സംസാരിക്കണം. ജോഷി കുര്യൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ് പറയൂ. ടെക്നിക്കലി പറഞ്ഞിട്ട് കാര്യമില്ല. ഫാക്ട് കൂടി വേണം.
വായിക്കുന്നത്. ഈ കത്ത് ഒരു നിയമപരമായ നടപടിക്രമമല്ല. ഈ കത്ത് ഒരു വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ഓരോന്ന് പറയുന്നില്ല ജോഷി. ആരും പരസ്പര ബഹുമാനത്തോടെ സംസാരിച്ചു പോകും. തന്ത്രമാണ് കണ്ടത്. പരസ്പര ബഹുമാനത്തോടെ സംസാരിച്ചു പോകും. വെറുതെ അല്ല, അതിന്റെ നടപടിക്രമങ്ങളുണ്ടെന്നേ. 7 ഘട്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ ആദ്യം പഠിച്ചിട്ട് വാ. ആ 7 ഘട്ടത്തിൽ പ്രയർ അപ്രൂവൽ എവിടെ? ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് ജോഷി ഇരിക്കുന്നത്. വ്യക്തിപരമായ അപമാനം അത് ജോഷി അല്ല, ഷെയർ കൈമാറ്റം നടക്കുമ്പോഴാണ് പ്രയർ അപ്രൂവൽ നേടേണ്ടത് എപ്പോഴാണ് സുജയ പ്രയർ അപ്രൂവൽ നേടേണ്ടത് എപ്പോഴാണ്? പ്രയർ അപ്രൂവൽ നേടേണ്ടത് ഷെയർ കൈമാറ്റത്തിന് മുമ്പാണ്. ഇവിടെ ഷെയർ കൈമാറ്റം നടന്നിട്ടില്ല. ഇതൊരു പ്രാഥമിക ധാരണ മാത്രമാണ്. പ്രാഥമിക ധാരണ സെബി അറിയിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 പേര് ഇരുന്ന് പറഞ്ഞോ. നമ്മൾ 2 പേര് ശബ്ദം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇല്ല, പറഞ്ഞോ. ഞാൻ നിർത്തി പറയുന്ന കേൾക്കാൻ. അല്ല, പറഞ്ഞോളൂ. നിങ്ങൾക്കല്ലേ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നത്. അല്ല, നിങ്ങൾ ഒരു സർവജ്ഞ എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. സുജയുടെ സംശയം തീർക്കാണ് ഞാൻ ചെയ്തത്. പറഞ്ഞു തരൂ. എന്റെ സംശയം തീർക്കാൻ ജോഷിക്കുര്യൻ വരേണ്ടതില്ല. ഞാൻ എന്റെ സംശയങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ചർച്ചയ്ക്ക് വരുന്നത്. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ക്ലോസ് 5.3 ജോഷിയുടെ വിശകലനത്തിൽ തെറ്റുണ്ട്. അല്ല, ആയിക്കോട്ടെ. എന്നോട് ചോദിച്ചില്ലല്ലോ, സംശയം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ സംശയം ചോദിച്ചില്ലല്ലോ ജോഷി. സംശയം ചോദിച്ചില്ലല്ലോ. ഞാൻ കാര്യം അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. CMO എന്തിനാണ് കത്തയക്കുന്നത്? CMO കത്തയക്കുന്നതിൽ ഒരു കാര്യവുമില്ല. CMO കത്തയക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് അങ്ങനെ വിടാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോകണ്ട. അങ്ങനെ ക്ലോസ് 5.3 വിശകലനം നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ വിശകലനം നടത്തി പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി ഘടന മാറ്റാൻ അദാനി ഗ്രൂപ്പിന് നിയമപരമായ ഒരു അവകാശവുമില്ല. അതുകൊണ്ടാണ് അക്കാര്യമാണ് കണ്ടന്റായി വന്നിരിക്കുന്നത്. CMOയുടെ കത്തിലെ കണ്ടന്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. മാറ്റം വരുത്തിയിട്ടില്ല. ഘടന മാറ്റിയിട്ടില്ല. വരുത്തിയിട്ടില്ലല്ലോ. ആ ഓഹരി ഓഹരി മാറ്റം സംബന്ധിച്ച് ഓഹരി മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ് സുജയ. അതിന് മുന്നേ ഉള്ള അനുമതിയാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. അത് കരാർ പ്രകാരം നിയമപരമായി തന്നെ ആ അനുമതി തേടിയിരിക്കുകയാണ്. അതല്ലാതെ ഇതിനു മുന്നേ അറിയിക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യം അറിയേണ്ടത് സെബി തന്നെയാണ്. സെബിക്ക് ശേഷം തന്നെയാണ് സംസ്ഥാന സർക്കാർ അത് അറിയേണ്ടത്. അതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അത് കരാർ വരുന്ന സമയത്ത് വേണമായിരുന്നു നമ്മൾ തർക്കിക്കേണ്ടിയിരുന്നത്, അവിടെ മാറ്റം വരുത്തേണ്ടിയിരുന്നത്. 2015 ഒപ്പിട്ട ഒരു കരാറാണിതെന്ന് നിങ്ങൾക്ക് 3 പേർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിലാണ് കൃത്യമായി കമ്പനീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ചേഞ്ച് ഇൻ ഓണർഷിപ്പ് അതെങ്ങനെയാണെന്ന് വ്യക്തമായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് പോയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. 2015 ഓഗസ്റ്റ് 17 കേരളം ഒപ്പിട്ടിരിക്കുന്ന അദാനിയുമായിട്ടുള്ള കരാർ എന്താണ്? ആ കരാറിലെ 5.3യുടെ വിശകലനം മാത്രം വെച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, അതിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് വ്യക്തമാകില്ല. ഇതിൽ വളരെ നിഷ്കളങ്കമായിട്ടാണ്, ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് 3 പേര് സമർത്ഥിക്കുകയാണ് വേണുഗോപാലകൃഷ്ണൻ. അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? ഇതിനകത്ത് ഈ 25% മീതെ ഷെയർ കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ അതിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം. അതാണ് ഈ ക്ലോസ് 5.3 ഉപവകുപ്പ് പറയുന്നത്, അല്ലേ സുജയ പറഞ്ഞു? തീർച്ചയായും 25% മുകളിലേക്ക് പോകുമ്പോൾ ഈ മുൻകൂർ അനുമതി വേണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരുമെന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമസ്ഥ പങ്കാളിത്തമുള്ളത് സർക്കാരിനാണ്. അതുകൊണ്ട് ആ പങ്കാളി അറിയാതെ 25% മുകളിലേക്ക് ഓഹരി കൈമാറ്റം സാധ്യമല്ല. അതുകൊണ്ട് മുൻകൂട്ടി സർക്കാരിനെ അറിയിക്കേണ്ടതാണ്. അതാണ് 5.3 വ്യവസ്ഥ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദാനി തന്നെ സമ്മതിച്ചത് അവർ അനൗദ്യോഗികമായി ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന്. ഇന്ന് പിണറായി പറഞ്ഞത് ആ അനൗദ്യോഗികമായി അവർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു രഹസ്യമായി എന്തിന് മുഖ്യമന്ത്രി സൂക്ഷിച്ചു എന്നാണ്. മുഖ്യമന്ത്രി അതപ്പോൾ വിശദീകരിക്കുക തന്നെയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് മാധ്യമ വാർത്തയിലൂടെ മാത്രം അറിഞ്ഞു എന്നാണ്. ആ നിഷ്കളങ്കമായ മറുപടിയാണ് ഇന്ന് കൂടുതൽ വിവരങ്ങൾ വെച്ചുകൊണ്ട് പിണറായി പൊളിച്ചത്. ഇനി ഇവിടെ ഒരു സംസ്ഥാനത്ത് 10 വർഷം ഇതിൽ ഭരിച്ച മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി പറയുകയാണ് ഈ 5.3 പ്രകാരം മുൻകൂർ അനുമതി വേണമെന്ന്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുകയാണ് 5.3 പ്രകാരം മുൻകൂർ അനുമതി വേണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനിയെ ഇതൊരു രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. രണ്ടുപേരും നിലനിർത്തിയ മുന്നോട്ട് കൊണ്ടുപോയ ഈ കരാറിലെ 5.3-ൽ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല.
അനൗദ്യോഗികമായി അറിയിക്കുക വഴി ഇക്കാര്യത്തിൽ അദാനിക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് ഇവർ കാര്യമില്ല. മൂന്നുപേരും പറയുന്നത് വേണുഗോപാലകൃഷ്ണൻ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും CMO അയച്ച കത്തിന്റെ ഉള്ളടക്കം വെച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തോ അറിയില്ല, കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിയോജിപ്പുണ്ട് സുജയ. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. പിന്നെ ഈ സെബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണല്ലോ ഇതിനകത്തുള്ളത്. വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ലക്ഷ്മി പത്മ, നിങ്ങൾ മൂന്നുപേരും ഈ ചർച്ചയിൽ ഏറെ സമയം സംസാരിച്ചവരാണ്. ഇത് വേണുഗോപാലകൃഷ്ണന്റെ അവസരമാണ്. ജോഷി പാനലിസ്റ്റുകളെ പുച്ഛിച്ചുള്ള ഈ ചിരി അവസാനിപ്പിക്കണം. വേണുഗോപാലകൃഷ്ണൻ സംസാരിക്കാം. 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇതിനകത്ത് ഇപ്പൊ ഈ ചിത്രത്തിലുള്ളത്. ഒന്ന് സെബി, പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന അദാനി, അതുപോലെ തന്നെ MLC അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ സെബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല അനുസരണയോടെ അദാനി അറിയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അദാനിയുടെ ചരിത്രം അതാണോ? ഇപ്പം ഇന്ത്യയിൽ സെബി പോലെയാണ് അമേരിക്കയിലെ സമാനമായിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനം. അതിനെ മുഴുവൻ കബളിപ്പിച്ച കമ്പനിയുടെ പേരാണ് അദാനി. എന്തായിരുന്നു അദാനി കബളിപ്പിച്ചത്? അവിടെ സൗരോർജ്ജവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റ് വരുന്നു. അതിൽ ഉദ്യോഗസ്ഥർക്ക് കിമ്പളം കൊടുത്തുകൊണ്ടും കൈക്കോഴ കൊടുത്തുകൊണ്ടും അവിടുത്തെ ഈ പറയുന്ന ഓഹരി ഉടമകളെ മുഴുവൻ കബളിപ്പിച്ച് അത് വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ വ്യവഹാരം അവിടെ ഉണ്ടായി. അദാനി അമേരിക്കയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എന്താ ചെയ്തത്? രാജ്യം തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്നു. രാജ്യത്തെ കേന്ദ്ര സർക്കാരും അമേരിക്കൻ സർക്കാരും അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയും വന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇത് ദീർഘമായി നീണ്ടടക്കുന്ന വ്യവഹാരമാണ്. അദാനിക്ക് US കാൽകുത്താൻ കഴിയില്ല, അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെ പെട്ടെന്ന് തീർപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് US ഫെഡറൽ കോടതി. അപ്പോൾ അതാണ് ഇത്തരം ഓഹരി നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അദാനിക്ക് അനുസരണയുണ്ടോ ഇല്ലയോ എന്നതിലെ ചരിത്രം. ഇനി ഈ പറയുന്ന MSCയുമായി ബന്ധപ്പെട്ട് വരാം. കഴിഞ്ഞ വർഷം മെയ് മാസമാണ് ആലപ്പുഴയിൽ തോട്ടപ്പള്ളിക്കടുത്ത് ഈ MSCയുടെ എൽസ കപ്പൽ മുങ്ങിയത്. അത് വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന കപ്പലായിരുന്നു കൊച്ചിയിലേക്ക്. ആ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? വിഴിഞ്ഞത്ത് വന്ന് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദാനി പോർട്ട് തന്നെ പറയുകയുണ്ടായി ഈ പറയുന്ന കപ്പലിൻ്റെ അധികാരികളോട്, ഇതിൽ ചരിവുണ്ട്, 3 ഡിഗ്രിയോ മറ്റോ ചരിവുണ്ട്, ഇതിൻ്റെ ടാങ്കറിൽ ചോർച്ചയുണ്ട്, ഇതെല്ലാം തന്നെ പറയുന്നു. പക്ഷേ DG ഷിപ്പിങ്ങിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തടഞ്ഞു വെക്കാൻ കഴിയുന്നില്ല പോർട്ടിൻ്റെ ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ അദാനി ഉൾപ്പെടുന്നവർക്ക്. ജോഷി ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിശബ്ദനാകാം, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞതിലൊന്നും ഒരു നർമ്മമുള്ളതായി എനിക്ക് തോന്നിയില്ല. ഒരു പരസ്പര ബഹുമാനമാണ്. ഞാൻ ജോഷിക്ക് അത് മുന്നറിയിപ്പ് ജോഷിക്ക് അതിനകത്ത് നർമ്മം തോന്നിയില്ല. ഞാൻ ചിരിച്ചില്ല. അല്ല ഞാൻ ചിരിച്ചില്ല. ഞാൻ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ കേട്ട് ചിരിച്ചതല്ല. ഞാൻ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ കേട്ട് ചിരിച്ചതില്ല. അത് അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ കേട്ട് ചിരിച്ചതല്ല. എനിക്ക് പരിഭവമില്ല. എന്റെ നർമ്മം പറഞ്ഞു, അത് അങ്ങേക്ക് മാത്രമാണ് തോന്നിയതെന്ന്. ശരി, വിടാം. അപ്പൊ ഈ പറയുന്ന MLCയുമായി ബന്ധപ്പെട്ട എങ്കിൽ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജോഷി. അതൊരു നല്ല കാര്യമായിരിക്കും. പിന്നെ ഈ പറയുന്ന MLC കപ്പലുമായി ബന്ധപ്പെട്ട കാര്യം, അതിനകത്ത് അവരെന്താ ചെയ്തത്? അവർ ഈ പറയുന്ന ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം ലംഘിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 143 കണ്ടെയ്നറുകളാണ് ഒഴുകി നടന്നത്. 643 കണ്ടെയ്നറുകളിൽ 143 കണ്ടെയ്നറുകൾ ഒഴുകി നടന്നു. അത് കേരളത്തിൻ്റെ കോസ്റ്റൽ മേഖലയിൽ ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ദുരന്തം എത്രത്തോളമാണ് എന്ന ആശങ്ക നിലനിൽക്കുന്നു. സംസ്ഥാന സർക്കാരും MLC കമ്പനിയുമായി വ്യവഹാരം നടക്കുന്നു, അത് കോടതിയിലെത്തുന്നു. നാവികരുടെ നാട്ടിലെത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ നടക്കുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന MLC കമ്പനിയുടെ പശ്ചാത്തലം. ഇതാണ് സെബിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് അദാനിയുടെ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉത്തരവാദിത്വത്തോടെ നമുക്ക് പൊതു താല്പര്യം സംരക്ഷിക്കുമെന്ന് കരുതാൻ കഴിയുന്ന ഒരേ ഒരു ഏജൻസിയേ ഉള്ളൂ, അത് സംസ്ഥാന സർക്കാരാണ്. ആ സംസ്ഥാന സർക്കാരിൻ്റെ നായകസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇതിൽ ഒളിച്ചു കളിക്കുന്നു എന്നതാണ് ഇതിൽ ഉയരുന്ന ഉത്കണ്ഠ. അത് ചൂണ്ടിക്കാട്ടുക എന്ന ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷം ഇന്ന് നിർവഹിച്ചത്. സുജയ പാർവതി.
ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റിമേഷൻ ഫേസ്, ആ ഇന്റിമേഷൻ ഫേസ് ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് നിങ്ങൾ എത്ര പറഞ്ഞാലും ആ ഇന്റിമേഷൻ ഫേസിനെ ചൊല്ലി തന്നെയാണ് ഇപ്പോൾ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മുൻകൂർ അറിയിപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഇനി അറിയിച്ചാൽ മതി, അത് മുൻകൂർ അറിയിപ്പാവുന്നത് എങ്ങനെയാണ്? ബാക്കി കാര്യങ്ങളെല്ലാം നീക്കിയതിനു ശേഷമാണോ മുൻകൂർ അറിയിപ്പ് നൽകുന്നത്? ഓഹരി ഘടനയിലോ ഉടമസ്ഥാവകാശത്തിലോ മാറ്റം വരുത്താൻ ആലോചിക്കുമ്പോൾ തന്നെ അറിയിക്കണം. അതിനെയാണ് പ്രയർ ഇന്റിമേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ സംസ്ഥാന തുറമുഖ വകുപ്പിനെ രേഖാമൂലം മുൻകൂട്ടി ആ കാര്യം അറിയിച്ചോ, അതോ അനൗദ്യോഗികമായിട്ടാണോ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ആ കാര്യം അറിയിച്ചത്? അത് തന്നെയാണ് ബിഹൈൻഡ് ദ കർട്ടൻ എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനം. അതോടൊപ്പം തന്നെ പുതിയ നിക്ഷേപക TIL കൊടുത്തിരിക്കുന്ന അതിനെക്കുറിച്ച്, അതായത് ഈ പങ്കാളിയുടെ വിവരങ്ങൾ, TIL ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഗ്രൂപ്പിന്റെ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, സാമ്പത്തിക ഭദ്രത അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രയർ ഇന്റിമേഷൻ എന്ന് പറയുന്ന ഫേസിൽ, ഇന്റിമേഷൻ പ്രാരംഭ വിജ്ഞാപന ഘട്ടത്തിൽ തന്നെ അറിയിക്കേണ്ടതുണ്ട്. അത് സംഭവിച്ചോ എന്നുള്ള ഒരു ന്യായമായ സംശയം ഇവിടെ ഉന്നയിക്കുമ്പോഴാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സെബിയെ അറിയിക്കുന്നത്, അതിനുശേഷമുള്ള പീരീഡ് എന്ന് പറയുന്ന ഈ പല പല ലെവൽ ഓഫ് ഇന്റിമേഷൻസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ട കാര്യം സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. അതിൽ എനിക്കെന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതിനെ ഞാനൊന്ന് വിയോജിപ്പോടുകൂടി കൃത്യമായി അത് പറയുകയാണ് എന്ന് മാത്രം. ഇനി കൺസെഷൻ കരാറിലുള്ള, നിങ്ങൾ ആ കൺസെഷൻ കരാറിലേക്ക് തിരിച്ചു പോകണം, 5.3 തിരിച്ചു പോകണം എന്ന് ഞാൻ പറയാനുള്ള കാരണം, അതിൽ പറയുന്ന ചേഞ്ച് ഇൻ കൺട്രോൾ വ്യവസ്ഥയുണ്ട്. ആ ചേഞ്ച് ഇൻ കൺട്രോൾ വ്യവസ്ഥ എന്താണെന്നറിയാമോ? ആ ചേഞ്ച് ഇൻ കൺട്രോൾ വ്യവസ്ഥ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ തന്നെ ഒഫീഷ്യലായിട്ട് ഈ അപേക്ഷ നൽകണം. അല്ലാതെ അദാനി അവിടെ ഇരുന്നിട്ട് ഇമെയിൽ അയച്ചാൽ പോരാ. ആ പെർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള അപേക്ഷ തന്നെ പോകണം. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫോർമൽ ആപ്ലിക്കേഷന്റെ ലെവലിലേക്ക് എത്തുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അതുകൊണ്ടാണ് CMOയ്ക്ക് ഇന്ന് കത്തയക്കേണ്ടി വന്നത്. CMO വെറുതെ തമാശയ്ക്ക് ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കത്തയച്ചതല്ല, അത് കോമഡിയൊന്നുമല്ല. ആ കോമഡി ആയിട്ടല്ല ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇന്ന് സഭയിലും പുറത്തുമൊക്കെ ഈ വിഷയം ഇത്രയ്ക്ക് ചർച്ചയാവുകയും ചെയ്യുന്നത്. അദാനി ഗ്രൂപ്പിൽ തന്നെ ഈ കമ്പനിയുടെ ഭൂരിപക്ഷ ഓഹരിയും തുടരും എന്നുള്ള ഒരു മാനേജ്മെന്റ് ഘടന അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അറിഞ്ഞേ തീരൂ. അതറിയാൻ ഉള്ള എല്ലാ അവകാശവും നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. അത് LDF ആണോ UDF ആണോ ഭരിക്കുന്നതെന്നല്ല. 2015 ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള തീരുമാനം, ആ കരാർ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യവും അതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ അപേക്ഷ പരിശോധിക്കാൻ പോകുന്ന പോർട്ട് സെക്രട്ടറി ലെവലിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഡിലേ ചെയ്തിട്ടുണ്ട്, ഡിലേഡ് ആയിട്ടുണ്ട്. അതൊരു ഫാക്ടാണ്. അതില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് സെബിയെ അറിയിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എല്ലാം അറിയിച്ചതിന് ശേഷം വരേണ്ട കാര്യമെന്ന് പറയുന്നത് MHAയുടെ അടക്കമുള്ള ക്ലിയറൻസിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി തല സമിതിയിലേക്ക് വരുന്നത്. അത് ഈ ഇന്റിമേഷൻ സ്റ്റേജിലെ 5ാമത്തെ ഘട്ടമാണ്. ചീഫ് സെക്രട്ടറി തല സമിതിയുടെ മുന്നിലേക്ക് വരുന്നത് ഹൈ പവർ കമ്മിറ്റിയുടെ ഒരു അപ്രൂവലിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ഇന്റിമേഷൻ ഫേസസിൽ എന്തുകൊണ്ട് നിശബ്ദമായിരുന്നു എന്ന ചോദ്യം ചോദിക്കുക തന്നെ വേണം. അതല്ലാതെ അദാനിക്ക് വേണ്ടി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ വ്യക്തമായ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഓഹരി കൈമാറുന്നതിനോ വികസനം വരുന്നതിനോ ഒന്നും ആരും എതിരല്ല. പക്ഷേ എല്ലാം പ്രോപ്പർ ചാനലിലായിരിക്കണം, പ്രോപ്പർ വേയിലായിരിക്കണം. അതല്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. SP ജയകുമാർ. അല്ല, ഇതിൽ ഞാനൊരു തർക്കത്തിന് ഏറ്റുമുട്ടലിനൊന്നും അല്ല ഞാൻ വേണു ബാലകൃഷ്ണൻ പറഞ്ഞ അദാനി എന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി, അതിന്റെ ക്രെഡൻഷ്യൽസിനെ പറ്റി ഒരു ചർച്ച നമ്മളിപ്പോൾ നടത്തുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയിലാണെങ്കിൽ നമുക്ക് അദാനിക്കെതിരെയുള്ള കേസ്, ആരോപണം, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊന്ന്, MSC എന്ന സ്ഥാപനത്തെ പറ്റി നമുക്ക് ഈ ഘട്ടത്തിൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? MSC എന്ന് പറയുന്ന അവരുടെ സൺ മറീനോ എന്ന് പറയുന്ന കപ്പൽ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് അതിന് ഗ്രീൻ സിഗ്നൽ കൊടുത്ത് വലിയ സ്വീകരണ പരിപാടികൾ നടത്തി. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. ഇപ്പോൾ വീണ്ടും അവരുടെ കപ്പലുകൾ തുടർച്ചയായി വരുന്നുണ്ട്. അവരുടെ കപ്പൽ വരുന്നതിന് വലിയ സ്വീകരണം, ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ അവരുടേതാണ്. ആ കപ്പലിന് വലിയ സ്വീകരണം കൊടുക്കുന്ന ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ MSC ഇവിടെ എന്തോ നാശനഷ്ടം ഉണ്ടാക്കി അതിന്റെ കേസും കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അവരുടെ കപ്പലുകൾക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഈ ദിവസവും നമ്മൾ ആ സ്വീകരണത്തിന്റെ വാർത്തകൾ കണ്ടിരുന്നു. 1000 വിഴിഞ്ഞത്ത് വന്ന 1000 കപ്പലുകളിൽ 990 എണ്ണവും MSCയുടെ കപ്പലുകളാണ്. ഞാൻ അതിനോട് ആഡ് ചെയ്തതാണ്. അതെ, അപ്പോൾ ആ കപ്പലുകളൊക്കെ നമ്മൾ പച്ചപ്പരവധാനം വെച്ച് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ. അത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് ആ സ്വീകരണമൊക്കെ ഒരുക്കിയത്. അതുകൊണ്ട് നമുക്ക് ആ കമ്പനിയോട് എന്തെങ്കിലും ആ നിലയ്ക്കുള്ള ഒരു കോർപ്പറേറ്റ് എന്താണ്, ഒരു ലോയൽറ്റിയും ഇല്ല, ഒരു എന്താണ്, ഒരു എനിമിറ്റിയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ എനിക്കതിൽ മറുപടി ഉണ്ട് ഈ വിഷയങ്ങളിൽ. അത് നമുക്ക് ഒരു ഘട്ടത്തിൽ വിശദമായി പറയാൻ എനിക്ക് ആഗ്രഹവുമുണ്ട്. സുജയ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ആ ആഗ്രഹം അനുസരിച്ച് നമുക്ക് ആ വിഷയത്തിൽ അദാനിയുടെ ഇടപെടലുകൾ അതെങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവിധയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശാലമായ ഒരു ചർച്ച തന്നെ നമുക്ക് സംഘടിപ്പിക്കാം. അതിലേക്ക് SP ജയകുമാർ ഇപ്പോൾ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അന്വേഷണവുമായി അപർണ കാർത്തികേയ എത്തും. നമസ്കാരം.